Hi friends, നമ്മൾ ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് ഒരു കുഞ്ഞൻ സ്പീക്കറാണ്. ഇതാണ് നമ്മുടെ ഡേറ്റൺ ഓഡിയോസിൻ്റെ 2 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഒരു ഫുൾ റേഞ്ച് സ്പീക്കർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം. അതിന് മുന്നേ ഞാൻ സന്തോഷ്. ഇത് 0 Watt എന്ന യൂട്യൂബ് ചാനൽ. ഇലക്ട്രോണിക്സ് ടെക്നോളജി പിന്നെ ഇതുപോലുള്ള കുറച്ച് അൺബോക്സിങ്ങിനെ പറ്റിയുള്ള വീഡിയോസൊക്കെയാണ് ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ഐക്കണും കുത്തിപ്പൊട്ടിച്ചേക്കും. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സ്പീക്കേഴ്സ്. ഇത് നമ്മുടെ സൗണ്ട് ബാറിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഫുൾ റേഞ്ച് സ്പീക്കേഴ്സാണ്. ഇത് ഡേറ്റൺ ഓഡിയോസിൻ്റെ DMA58 എന്ന് പറയുന്ന സ്പീക്കേഴ്സാണ്. 2 ഇഞ്ചാണ് ഇതിൻ്റെ കോൺ ഡയമീറ്റേഴ്സ്. പിന്നെ ഇതിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 4 ohm ആണ്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ ഇതിനെ അൺബോക്സ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടാങ്ക് ബാൻഡിൻ്റെ സ്പീക്കേഴ്സും ഇതും പിന്നെ 2 ട്വീറ്റേഴ്സും കൂടെ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അന്ന് ആ സ്പീക്കേഴ്സ് അയച്ചപോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. നമ്മളത് ഓർഡർ ചെയ്യുമ്പോഴേക്കും നമുക്ക് അവർക്ക് മെൻഷൻ ചെയ്യാം നല്ലോണം പാക്ക് ചെയ്ത് അയക്കാനായിട്ട്. അപ്പോൾ അവർ കുറേ കൂടെ നല്ലോണം ശ്രദ്ധിച്ച് അയച്ചു തരും. നമ്മൾ കൊറിയർ ആൾക്കാർ മിസ് ഹാൻഡിൽ ചെയ്താലും നമ്മുടെ പ്രോഡക്റ്റ്സിനൊന്നും ഒരു കുഴപ്പം പറ്റത്തില്ല. ഇത് കണ്ടില്ലേ, ബോക്സിന് പോലും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഡേറ്റൺ സ്പീക്കേഴ്സ് എല്ലാം ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ളൊരു പാക്കേജിനകത്താണ് യൂഷ്വലി വരാറ്. നമ്മൾ അന്ന് അൺബോക്സ് ചെയ്ത സ്പീക്കേഴ്സ് ഏകദേശം ഇതുപോലത്തെ ബോക്സ് തന്നെയായിരുന്നു. അവരുടെ ആ ഗ്രീൻ കളർ ലോഗോ ഒക്കെ ഉണ്ട്. ബോക്സിൻ്റെ ഈ സൈഡിലാണെങ്കിൽ അതിനകത്ത് മോഡൽ നമ്പർ പിന്നെ സ്പീക്കറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഇത് വന്നിട്ട് 2 ഇഞ്ചിൻ്റെ ഡുവൽ മാഗ്നറ്റ് അലുമിനിയം കോണാണ്. പിന്നെ 4 ohm ആണ് ഇതിൻ്റെ ഇമ്പിഡൻസ്. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ബാർകോഡും മെയ്ഡ് ഇൻ ചൈനയാണ്. കവറിൻ്റെ ഈ സൈഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ സൈഡിൽ അവരുടെ ഒരു QR കോഡുണ്ട്. മറുവശത്ത് ഇതിനകത്ത് 4 ohm ആണോ 8 ohm ആണോ അതോ പാസീവ് റേഡിയേറ്ററോ. അപ്പോൾ ഇതിന് മൂന്നിനും ഒരേ പാക്കേജ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിൽ 4 ohmലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്തെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് അന്ന് അൺബോക്സ് ചെയ്ത ഡേറ്റൺ സ്പീക്കറിനെ പോലെ തന്നെ ഇതും നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ്. പിന്നെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയർ ഷേപ്പിൽ ഇച്ചിരി ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു മൗണ്ടിങ് ഫ്ലാഞ്ചസ് ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള DIOSനെ അവരെ മനസ്സിൽ വെച്ചിട്ടാണ് അവരിങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറവശം നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ നിയോഡിയം മാഗ്നറ്റ്സ് ആണ് ഇരിക്കുന്നത്. പിന്നെ ഒരു 8 സ്പോക്കിൻ്റെ ഓപ്പൺ ഫ്രെയിം ഡിസൈനാണ്. അത് അത്യാവശ്യം നല്ല വെൻഡിങ്ങും പിന്നെ ഈ റിഫ്ലക്ഷനൊക്കെ മിനിമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നതെന്നാണ് അവരുടെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊരു വലിയൊരു കോപ്പർ കേപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് ഡിസ്റ്റോർഷൻ കുറയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം വലിയ, അതായത് ഹയർ ഫ്രീക്വൻസി റേഞ്ചസൊക്കെ നന്നായിട്ട് നല്ല റെസ്പോൺസാണ് ഇതിൽ നിന്ന് കിട്ടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് ടെസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ബേസിക്കലി ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ പുറത്തുനിന്ന് കാണുമ്പോഴേക്കും. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വോയിസ് കോയിൽ കാണാൻ പറ്റും. ഇതിനകത്തിരിക്കുന്നത് 1 ഇഞ്ചിൻ്റെ വോയിസ് കോയിലാണ്. അതായത് 2 ഇഞ്ച് സ്പീക്കറിനകത്ത് 1 ഇഞ്ചിൻ്റെ വോയിസ് കോയിലാണ് അവർ വെച്ചിരിക്കുന്നത്. പിന്നെ സ്പീക്കർ മൗണ്ട് ചെയ്യുമ്പോഴേക്കും നല്ലവണ്ണം എയർ ടൈറ്റ് ആയിട്ടിരിക്കാനായിട്ട് ഇതിൻ്റെ പുറകെ തന്നെ ഒരു റബ്ബർ ഗാസ്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കാണാനായിട്ട് ഇതിനകത്ത് ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ സ്പീക്കേഴ്സിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 15 watts ആണ് RMS. ഇതിനകത്ത് നമുക്ക് 30 watts വരെ മാക്സിമം കൊടുക്കാൻ പറ്റും. പിന്നെ ഇമ്പിഡൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ohm ആണ്. അത് സ്റ്റിക്കർ തന്നെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് 160 മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അതായത് 160 മുതൽ 20 kHz വരെയാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. അത് ലോവർ ബാസൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ 2 ഇഞ്ച് സ്പീക്കറിന് നമുക്ക് എത്രത്തോളം ബാസ് കിട്ടുമെന്ന് നമ്മൾ ഇതിനൊരു എൻക്ലോഷനകത്താക്കി സെറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഞാൻ വോയിസ് കോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ഇഞ്ചിൻ്റെയാണ്. പിന്നെ ഇതിൻ്റെ എക്സ്മാക്സ് എന്ന് പറയുന്നത് 2 mm ആണ്. നമ്മളന്ന് ടാങ്ക് ബാൻഡ് കണ്ടപ്പോഴേക്കും കണ്ടില്ല അതിൻ്റെ എക്സ്മാക്സ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പക്ഷേ നമുക്കറിയാം ഒരു കുഞ്ഞ് സ്പീക്കറിൽ നിന്ന് അത്രയും എക്സ്പെക്ട് ചെയ്താൽ മതി. പിന്നെ ഇത് ഡേറ്റിൻ്റെ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് ഓഡിയോ ക്വാളിറ്റിക്ക് പ്രത്യേകിച്ച് കോംപ്രമൈസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്തായാലും ഇതിനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സ്പീക്കറിന് അലുമിനിയം കോണാണ്. പിന്നെ റബ്ബറിൻ്റെ ഒരു സറൗണ്ടിങ് ഉണ്ട്. ഫ്രെയിം വന്നിട്ട് പ്ലാസ്റ്റിക് അല്ല, പോളിമറാണ്. മെറ്റീരിയൽ നിയോഡിയമിൻ്റെ 2 മാഗ്നറ്റ്സ് ഉണ്ട്. പിന്നെ എൻ്റെ മൊത്തം ഔട്ടർ സൈസ് എന്ന് പറഞ്ഞാൽ 2.2 ഇഞ്ച് ഉണ്ട്. ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ അറിയണമെങ്കിൽ ഞാൻ ഡാറ്റ ഷീറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അത് നോക്കിയാൽ മതി. അപ്പോൾ ഈ സ്പീക്കറിനെ പറ്റി ബേസിക്കായിട്ട് ഇത്രയൊക്കെ പറയുള്ളൂ. നമുക്ക് ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി സ്പീക്കേഴ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ 2 സ്പീക്കേഴ്സ് നമ്മുടെ ഒരു 50 watt ആംപ്ലിഫയർ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ സ്പീക്കർ വന്ന ബോക്സിനകത്ത് തന്നെ ഒരു ചെറിയൊരു എൻക്ലോഷർ പോലെ വരാൻ വേണ്ടിയിട്ട് അതിനകത്താണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഇതിനെ ഫ്രീ ആയിട്ട് വെച്ചിട്ടും കാണിച്ചു തരാം. അപ്പോൾ ഈ സ്പീക്കേഴ്സിൻ്റെ മേളിൽ നിന്ന് ഏകദേശം ഒരു 6-7 ഇഞ്ച് മേളിലായിട്ടാണ് ഞാൻ മൈക്ക് ഹോൾഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് 1 അടി വരെ ഞാൻ ഉയർത്തിയിട്ടുള്ള സൗണ്ടിൻ്റെ ഡെമോ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം.
അപ്പോൾ വെറും 2 ഇഞ്ച് മാത്രമുള്ള ഈ കുഞ്ഞൻ സ്പീക്കറിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ സൗണ്ട് ടെസ്റ്റിൽ ഇതിൻ്റെ ഏകദേശം ക്വാളിറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ മൈക്ക് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത്രത്തോളം പ്രോപ്പറായിട്ട്, അതായത് ആക്ച്വൽ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവത്തില്ല. ഇതിനെ ശരിക്കുള്ള ഒരു എൻക്ലോഷറിനകത്ത് ആക്കിയതിന് ശേഷം നമ്മൾ നേരിട്ട് കേൾക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ശരിക്കുള്ള ആ ക്ലാരിറ്റിയും പവറും മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു എൻക്ലോഷറൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ വീഡിയോകളൊക്കെ ഇനി വരുന്നുണ്ട്. അടുത്ത ആഴ്ച നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ വേറൊരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇത് ഡേറ്റൺ ഓഡിയോസിൻ്റെ ട്യൂറ്റേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ക്രിയേറ്റീവ്.